ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ സൗദിയിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ട്രംപ് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ട്രംപിന്റെ വിദേശകാര്യ സെക്രട്ടറി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കും. മാർക്കോ റൂബിയോയുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി റഷ്യ അവരുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും മാർക്കോ റൂബിയോയും തമ്മിൽ സൗദിയുടെ മധ്യസ്ഥതയിൽ ചർച്ച ആരംഭിക്കുക. ആ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ യുക്രൈനെ ഭയപ്പെടുത്തുന്നതാണ്. ഏതാണ്ട് 29 ബില്യൺ സാമ്പത്തിക സഹായം കഴിഞ്ഞ 3 വർഷക്കാലത്തെ യുദ്ധസമയത്ത് യുക്രൈൻ അമേരിക്ക നൽകിയിരുന്നു. ബൈഡൻ ഭരണകൂടമാണ്. അതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടണം എന്നതാണ് ട്രംപിന്റെ നിലപാട്. അന്ന് ബൈഡൻ സഹായം നൽകുന്നതിന് വേണ്ടി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളുടെ മേൽ, എണ്ണയുടെ മേൽ, പ്രകൃതി വാതകത്തിന്റെ മേൽ, മിനറൽസിന്റെ മേൽ, ധാതു ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്കയ്ക്ക് നേരിട്ട് ഇടപെടാനുള്ള അധികാരം നൽകുന്ന കരാറാണ്. അതങ്ങോട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പണം വേണം, യുദ്ധമൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു തരും, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ മര്യാദയ്ക്ക് കഴിഞ്ഞോണം, റഷ്യയിൽ നിന്നും കൂടുതൽ ആക്രമണം ഉണ്ടാവാതെ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകും, അതിന് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാ പ്രകൃതി വിഭവങ്ങളുടെയും എല്ലാ ധാതുക്കളുടെയും 50% എന്ന ഒരു വിചിത്രമായ ആവശ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. അതിന്റെ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എന്ന പേരിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ പ്രകൃതി വിഭവങ്ങളുടെയും 50% അമേരിക്കയ്ക്കുള്ളതാണ്. അതായത് യുക്രൈൻ ഈ പ്രകൃതി വിഭവങ്ങൾ മറ്റുള്ളവർക്ക് ലൈസൻസ് ചെയ്ത് കൊടുത്താൽ അതിന്റെ പകുതി പോലും അമേരിക്കയ്ക്കുള്ളതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് വാസ്തവത്തിൽ യുക്രൈൻ എത്തിയിരിക്കുന്നത്. അവർക്ക് ഒട്ടും തൃപ്തികരമായ രീതിയിലല്ല യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്.